നീറ്റ് പോലുള്ള ഒരു എക്സാം കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിൽ നമുക്കൊരു എഡ്ജ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പലപ്പോഴും റിപ്പീറ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊരു എഡ്ജ് കിട്ടാറുണ്ട്. റിപ്പീറ്റേഴ്സ് 650യും 600 അബോവ് ഒക്കെ സ്കോർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സോ റിപ്പീറ്റ് ചെയ്യുമ്പം റിപ്പീറ്ററുടെ എഡ്ജ് നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? അതാണ് നീറ്റ് ക്രാക്ക് ചെയ്യുന്നതിന്റെ വലിയൊരു സീക്രട്ടും. സോ ആ സീക്രട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നീറ്റിന്റെ എക്സാം ഹാളിലോട്ടൊന്ന് പോകാം. അപ്പൊ നീറ്റ് എക്സാം ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾ ആദ്യത്തെ 20-30 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ബയോളജിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചാൽ ദെൻ നിങ്ങൾ അടുത്ത 45-60 മിനിറ്റിനകം കെമിസ്ട്രിയിലെയും പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി വരുന്നത് 100 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് ഫിസിക്സിന് അവിടെ സമയം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 650യിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം അത്രയ്ക്ക് സമയം ഫിസിക്സിന് കിട്ടിയാൽ ബാക്കി നിങ്ങൾ ഓൾറെഡി കവേർഡ് ആണ്. You got it, you cracked it. പക്ഷേ അതേ ഒരു കൺസെപ്റ്റ് ഇങ്ങോട്ട് നമ്മുടെ പഠിക്കുന്ന ഒരു പ്രിപ്പറേഷൻ പ്ലാനിലോട്ട് സ്ട്രാറ്റജിയിലോട്ട് കൊണ്ടുവന്നാൽ, അതായത് നമ്മൾ തിയറി പോർഷൻസ് അതായത് റിപ്പീറ്റർ പോലെ റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ അപ്പോഴാണ് വരുന്നത്. നമ്മൾ തിയറി പോർഷൻസ് വിത്തിൻ 1 or 2 months നമ്മൾ ഫിനിഷ് ചെയ്തു. ദെൻ ബാക്കിയുള്ള സമയം 10 മാസത്തിനകത്ത് 2 മാസം കൊണ്ട് തിയറി ഫുൾ കവേർഡ്. ദെൻ റിവിഷന്റെ ആവശ്യവും പിന്നെ ഇടക്കിടക്ക് റിവിഷനെ ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ദെൻ ബാക്കി വരുന്ന 8 മാസത്തിനകത്ത് നമ്മൾ 1.5 months ഒരു മേജർ റിവിഷന് വേണ്ടിയിട്ട് ഫൈനൽ റിവിഷന് വേണ്ടി നീക്കി വെച്ചാലും ബാക്കി വീണ്ടും നമുക്ക് മുന്നിൽ 6.5 മാസമുണ്ട്. ഈ 6.5 മാസത്തിനകത്ത് ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നിങ്ങൾ 1 മിനിറ്റിനകത്ത് ഫിസിക്സിലെയും ഫിസിക്കൽ കെമിസ്ട്രിയിലെയും ആൻസറുകൾ ക്വസ്റ്റ്യൻസിന് ആൻസർ നിങ്ങൾ കണ്ടെത്തുന്ന രീതിയിലോട്ട് സ്പീഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 650 എന്നത് ഒരു റിപ്പീറ്ററെ സംബന്ധിച്ച് പോലും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിപ്പീറ്ററെ പോലെ റിപ്പീറ്റ് ചെയ്യണമെന്നാണ് നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സീക്രട്ട് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എന്റെ വ്യൂ പോയിന്റിൽ നിന്നും നിങ്ങളോട് പറയാനുള്ളത്. സോ യു മൂവ് ഓൺ. കാരണം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രകൃതിയുടെ നിയമമാണ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തും. മൂവ് ഓൺ ആൻഡ് ബി കോൺഫിഡന്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.